സ്വാഭാവികമല്ലേ? ഞാൻ പറഞ്ഞോട്ടെ, സ്വാഭാവികമല്ലേ? രാജ്യം അങ്ങനെയാണല്ലോ. ഒരു എയിംസ് എവിടെ ഉണ്ടായി? ഞാൻ 70 വർഷക്കാലമില്ലാതിരുന്ന പട്ടിണിയും പരിവട്ടവുമായി കിടന്ന യാതൊരു അടിസ്ഥാന സൗകര്യങ്ങളും ഇല്ലാത്ത ഒന്നുമില്ലാത്ത ഒരു രാജ്യം 60 കൊല്ലം കൊണ്ട് കെട്ടിപ്പടുത്തതിൽ, അതായത് ചുമരുള്ളപ്പോഴാണ് ചുമര് വെച്ചു നിങ്ങൾ ചിത്രം വരയ്ക്കുന്നു. അമേരിക്കയുടെ ചാരക്കണ്ണുകളെ വെട്ടിച്ച് നമ്മൾ പൊക്രാനിൽ ആണവ പരീക്ഷണം നടത്തി. അന്ന് നരേന്ദ്രമോദി സർക്കാർ അല്ല, അന്ന് നടക്കുന്നത് വാജ്പേയിയുടെ സർക്കാരാണ്. അതിനു മുൻപ് അത്തരത്തിലൊരു അവസരം കിട്ടി. എന്തുകൊണ്ട് കോൺഗ്രസ് സർക്കാർ ചെയ്തില്ല? ആദ്യത്തെ ആണവശക്തിയാക്കിയത് ആരാണ്? രാജ്യത്തെ ആദ്യം ആണവശക്തിയാക്കിയത് ആരാണ്? രാജ്യത്തെ ആണവശക്തി. എന്റെ ചോദ്യം സ്ട്രൈറ്റ് ആണ്. യൂറോപ്യൻ യൂണിയനുമായിട്ട് നമ്മൾ സ്വതന്ത്ര വ്യാപാര കരാറിലേക്ക് വന്നു. നമ്മൾ അവരോട് സംസാരിക്കാനല്ല, നമ്മുടെ രാജ്യത്തിന്റെ താല്പര്യം സംരക്ഷിക്കാൻ നിൽക്കുന്നത്. നമ്മൾ ആ കാര്യം കൃത്യമായി ചെയ്യാൻ. 0% താരിഫ് ആക്കിയത് ചേട്ടാ, നമ്മൾ 0% താരിഫ് കൊടുത്തത് എന്തിനാണ്? കാര്യം അവിടെ 18% താരിഫ് കൊടുത്തത് എന്തിനാണ്? ബംഗ്ലാദേശിന് അത്രയും താരിഫ് ഇല്ലല്ലോ. ചേട്ടൻ പറയാണ് രാജ്യത്തെ വിമാനവാഹിനി കപ്പലുകൾ ഇതൊക്കെ. ഞാൻ ഒരിക്കലും പറയുന്നില്ല 2014 മുൻപുള്ള രാജ്യത്തെ ഭരണാധികാരികൾ ആരും ഈ രാജ്യത്തിന് ഒരു സംഭാവന ചെയ്തില്ല എന്നുള്ള സ്റ്റാൻഡ് BJPയുടെ ഒരു നേതാക്കന്മാർക്കും ഇല്ല. അതൊക്കെ ഈ പറയുന്ന ചില ആളുകൾ അവർ തന്നെ അവരുടെ ആത്മകഥം പറയണം. ഇന്നലെ വരെ ഇത് നടന്നിട്ടുണ്ട് പറയുന്ന അവരുടെ ആത്മകഥ. ഞാൻ ചോദിച്ചത് IIT-കൾ, രാജ്യത്തിൻ്റെ IIT-കൾ ഇന്നലകളിൽ എത്ര, ഇന്നെത്ര? നമുക്ക് ഡിബേറ്റ് ചെയ്യാം. സ്വാഭാവികമല്ലേ? ഞാൻ പറഞ്ഞോട്ടെ, സ്വാഭാവികമല്ലേ? രാജ്യം പുരോഗമിക്കുന്നതനുസരിച്ച് അങ്ങനെയാണല്ലോ. ഒരു എയിംസ് എവിടെ ഉണ്ടായി? ഞാൻ 70 വർഷക്കാലമില്ലാതിരുന്ന പട്ടിണിയും പരിവട്ടവുമായി കിടന്ന യാതൊരു അടിസ്ഥാന സൗകര്യങ്ങളും ഇല്ലാത്ത ഒന്നുമില്ലാത്ത ഒരു രാജ്യം 60 കൊല്ലം കൊണ്ട് കെട്ടിപ്പടുത്തതിൽ, അതായത് ചുമരുള്ളപ്പോഴാണ് ചുമര് വെച്ചു നിങ്ങൾ ചിത്രം വരയ്ക്കുന്നു. അതല്ലേ യാഥാർത്ഥ്യം? ഒന്നുമില്ലാത്ത രാജ്യമല്ലല്ലോ ഇത്. മൻമോഹൻ സിംഗ് വന്ന ഞാൻ പറയട്ടെ, അതായത് മൻമോഹൻ സിംഗ് വരുന്നതിന് മുൻപ് രാജ്യത്ത് അമേരിക്കയുടെ ചാരക്കണ്ണുകളെ വെട്ടിച്ച് നമ്മൾ പൊക്രാനിൽ ആണവ പരീക്ഷണം നടത്തി. അന്ന് നരേന്ദ്രമോദി സർക്കാർ അല്ല, അന്ന് നടക്കുന്നത് വാജ്പേയിയുടെ സർക്കാരാണ്. അതിനു മുൻപ് അത്തരത്തിലൊരു അവസരം കിട്ടി. എന്തുകൊണ്ട് കോൺഗ്രസ് സർക്കാർ ചെയ്തില്ല? ആദ്യത്തെ ആണവശക്തിയാക്കിയത് ആരാണ്? രാജ്യത്തെ ആദ്യം ആണവശക്തിയാക്കിയത് ആരാണ്? രാജ്യത്തെ ആണവശക്തി. എന്റെ ചോദ്യം സ്ട്രൈറ്റ് ആണ്. എന്റെ ചോദ്യം സ്ട്രൈറ്റ് ആണ്. രാജ്യത്തെ ആണവശക്തി ആരാണ്? നന്ദ പറയണം. ഞാൻ ഇല്ലെന്ന് പറയുന്നില്ല. രാജ്യത്തെ ആണവശക്തി പേര് പറയണം. രാജ്യത്തെ ആണവശക്തി ആക്കിയത് ആരാണ്? ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ പറഞ്ഞ ആരാണ്? ചേട്ടാ, ഞാൻ പറഞ്ഞ പോയിന്റ് ഞാൻ പറഞ്ഞ പോയിന്റ് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. തർക്കത്തിന് വേണ്ടി നമ്മൾ അങ്ങനെ വളച്ചൊടിച്ച് പോയിട്ട് കാര്യമില്ല. യാഥാർത്ഥ്യങ്ങളെ അംഗീകരിക്കണം. ഈ രാജ്യം ആണവശക്തിയായത് കോൺഗ്രസ് ഗവൺമെന്റ് ഞാൻ ഇതിലൊന്നും തർക്കിച്ചില്ല. വാജ്പേയിക്ക് മുമ്പേ ഈ രാജ്യം ആണവശക്തിയാണ്. ഞാൻ ചോദിച്ച ചോദ്യം സംശയമുണ്ടോ? എനിക്ക് സംശയമൊന്നുമില്ല. ഞാൻ സംശയം ഇല്ലാതാണ് പറയുന്നത്. ഞാൻ പറഞ്ഞത് പൊക്രാനിൽ ആണവായുധം പരീക്ഷിക്കാൻ അവസരം കിട്ടുമ്പോൾ അതിന് മുൻപ് അവസരം ഉണ്ടായിരുന്നു. AB വാജ്പേയിയുടെ ഗവൺമെൻറ് വരുന്നതിന് മുൻപ് അവസരം ഉണ്ടായിരുന്നു. എന്തുകൊണ്ടന്ന് നടന്നില്ല? അമേരിക്ക പേടിച്ച് നടന്നില്ല. പക്ഷേ AB വാജ്പേയി വന്നപ്പോൾ അത് അമേരിക്കയോട് ഭയമില്ലാതെ, അമേരിക്കയെ പേടിച്ച് റഷ്യയിൽ നിന്നും ഇറാനിൽ നിന്നും എണ്ണ വാങ്ങിക്കണ്ടെന്ന് തീരുമാനിച്ച ടീമാണ് ഇപ്പോൾ രാജ്യം ഭരിക്കുന്നത്. ചുമ്മാ ഈ അല്ല, അങ്ങനെ ഒന്നും തീരുമാനിച്ചിട്ടില്ല. അവിടെ നിന്ന് എത്ര ശതമാനം തീരുമാനിച്ചിട്ടില്ല? ഞാൻ പറഞ്ഞോട്ടെ, നമ്മുടെ എണ്ണ വാങ്ങണ്ട, വാങ്ങരുത്, വാങ്ങിയാൽ നിങ്ങൾക്ക് താരിഫ് എന്നൊക്കെ പരസ്യമായിട്ട് നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കാൻ എനിക്ക് പറ്റുമെന്ന് പറഞ്ഞാൽ ഒരക്ഷരം തിരിച്ചു പറയാൻ പറ്റിയിട്ടുണ്ടോ? ഒരക്ഷരം തിരിച്ചു പറയാൻ പറ്റിയിട്ടുണ്ടോ? ഞാൻ പറയാന്ന് ഒരു LDF-ന്റെ നേതാവാണ് ഇതെന്നോട് പറഞ്ഞതെങ്കിൽ ഞാൻ അദ്ദേഹത്തിന്റെ വിവരമില്ലായ്മയെ കണ്ടതിനെ ക്ഷമിക്കും. പക്ഷെ താങ്കളെപ്പോൾ ഒരു ആങ്കർ അത് പറയുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങരുത് എന്ന് ട്രംപ് പറഞ്ഞോ? നരേന്ദ്രമോദി തിരിച്ചൊരു വർത്തമാനം പറഞ്ഞോ? പലതും പറയാം. നരേന്ദ്രമോദി തിരിച്ചൊരു വർത്തമാനം പറഞ്ഞോ? ട്രംപ് എന്നൊരു വാക്ക് പറഞ്ഞോ? ഈ മൈ ഫ്രണ്ട് എന്ന് പറഞ്ഞ വാക്കുകൊണ്ട് താങ്കൾ പറഞ്ഞത് ശരിയല്ല, അല്ലെങ്കിൽ താങ്കളെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് അദ്ദേഹത്തിന് പറയാൻ പറ്റിയോ? അദ്ദേഹത്തിന് പറയാൻ പറ്റിയോ? ശബ്ദമുണ്ടായോ? ഇതിന്റെ മറുപടി പറയാം. യാഥാർത്ഥ്യമാണ്. ഇത് LDF-ഉം UDF-ഉം അല്ല, ഈ രാജ്യം പറയുന്നതാണ് യാഥാർത്ഥ്യം. ഒരു മിനിറ്റ്. അതായത് ചേട്ടന്റെ വീട്ടിലെ ഒരു പ്രശ്നം,
ചേട്ടൻ്റെ വീട്ടിലൊരു കാര്യം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പുറത്തു നിന്ന് ഒരു ഔട്ട്സൈഡർ വന്നിട്ട് പറയുകയാണ് ഞാനാണ് സുനിലിൻ്റെ വീട്ടിലെ മുഴുവൻ കാര്യങ്ങളും തീരുമാനിക്കുന്നതെന്ന് പറഞ്ഞാൽ ചേട്ടൻ അതിന് മറുപടി പറയണം നിർബന്ധമുണ്ട്. പറയണം, അതിന്റെ നിർബന്ധം. ഇതൊരു രാജ്യമാണ്. അപമാനിക്കപ്പെട്ട നരേന്ദ്രമോദി അല്ല, ഈ രാജ്യത്തിന് അന്തസ്സില്ലേ? നീ പോയി പണി നോക്കാൻ പറയണം. നീ ആരാണ് എന്റെ വീട്ടിലെ കാര്യം അന്വേഷിക്കാന്ന് പറയണ്ടേ? അത് പറയാനുള്ള നട്ടല് വേണ്ടേ? ആ നട്ടലില്ലായ്മയാണ് പറഞ്ഞത്. അപ്പൊ നമ്മുടെ വിഷയം അതല്ല. പക്ഷേ അല്ലല്ല ഞാൻ അതിനകത്ത് ഞാൻ കംപ്ലീറ്റ് ചെയ്യാം. അതായത് നമ്മൾ അതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം നരേന്ദ്രമോദിയോട് ട്രംപ് പറഞ്ഞത് ഈ രാജ്യത്തെ ക്ഷീര ഉൽപ്പാദന മേഖലയുമായി ബന്ധപ്പെട്ടിട്ട് വലിയ കാര്യങ്ങൾ പറഞ്ഞു. ഇല്ലെങ്കിൽ 90% മറ്റേ ടാക്സ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. അയാൾ മറ്റേ റഷ്യയിൽ നിന്ന് എണ്ണ എടുക്കരുതെന്ന് പറഞ്ഞു, മറ്റിടത്ത് നിന്ന് എണ്ണ എടുക്കരുതെന്ന് പറഞ്ഞു. നമ്മൾ എടുക്കായിരുന്നില്ലെന്ന് നമ്മൾ അവിടെ നിന്ന് എടുത്തു. നമ്മുടെ രാജ്യത്തെ ക്ഷീര കർഷകനെ ഒരുത്തൻ്റെ മുന്നിലും അടിയറ വെക്കില്ല നമ്മൾ തീരുമാനം എടുത്തു. പക്ഷേ അത് ട്രംപിനെ വിളിച്ചിരുത്തി അടിച്ച് പോയി, നമ്മൾ അങ്ങോട്ട് പോയി, പലതവണ പോയി വിട്ടുവീഴ്ച ചെയ്ത് ഇവിടെ 0% താരിഫ്, അവർക്ക് 18% താരിഫ് ഇല്ലെന്ന്. അവിടെ 18%, ഇവിടെ 0%. ഇതിനകത്ത് ഞാൻ പറയാം 0%. ഒരു മിനിറ്റ് നമ്മൾ ട്രംപ് നമ്മളോട് ഞാൻ അതുകൊണ്ട് ഓരോ പോയിന്റ് ബൈ പോയിന്റ് ഞാൻ പറയുന്നത് അതുകൊണ്ടാണ്. നമ്മളോട് ട്രംപ് യുദ്ധത്തിന് വന്നപ്പോൾ നമ്മൾ ആദ്യം തീരുമാനിച്ചത് എന്താ? യൂറോപ്യൻ യൂണിയനുമായിട്ട് നമ്മൾ സ്വതന്ത്ര വ്യാപാര കരാറിലേക്ക് വന്നു. നമ്മൾ അവരോട് സംസാരിക്കാനല്ല, നമ്മുടെ രാജ്യത്തിന്റെ താല്പര്യം സംരക്ഷിക്കാനാണ് നിൽക്കുന്നത്. നമ്മൾ ആ കാര്യം കൃത്യമായി ചെയ്യാൻ. ചേട്ടാ നമ്മൾ 0% താരിഫ് കൊടുത്തത് എന്തിനാണ്? കാര്യം അവിടെ 18% താരിഫ് കൊടുത്തത് എന്തിനാണ്? ബംഗ്ലാദേശിന് അത്രയും താരിഫ് ഇല്ലല്ലോ. ചേട്ടാ ഞാനൊരു കാര്യം പറയട്ടെ, രാജ്യത്തിൻ്റെ വിഷയങ്ങളിൽ നമുക്ക് നമ്മുടേതായ നിലപാടുണ്ട്. നിലപാടില്ല. അല്ല, ബിജെപിയുടെ നിലപാട്, ഒരു നിലപാടും, രാജ്യത്തിന്റെ നിലപാടുണ്ട്. നിലപാടുള്ളത് കൊണ്ട് മൻമോഹൻ സിംഗിന്റെ കാലഘട്ടത്തിൽ ഈ നാട്ടിലേക്ക് 2026 വരുമ്പോൾ ട്രംപിന്റെ അപ്പുറത്തുള്ളവർ സംസാരിച്ചാലും ഈ രാജ്യത്തിന്റെ നിലപാട് ഏതൊരാളുടെ മുന്നിലും നട്ടൽ നിവർത്തി നിന്ന് പറയാൻ ആണൊരുത്തൻ ഇന്ന് ഈ രാജ്യം ഭരിക്കുന്നത്. അതിലൊരു സംശയം ഒരിടത്തും അപമാനിക്കപ്പെട്ടു. അപ്പോൾ എന്തായാലും നമ്മൾ വിഷയത്തിൽ നിന്ന് ഇത്തിരി കാടുകയറി പോയി. സ്വാഭാവികമായിട്ടും ഇത് രാഷ്ട്രീയ ചർച്ചയാവുമ്പോൾ സ്വാഭാവികമായിട്ടും ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും മൂർച്ചയും എല്ലാം ഉണ്ടാവും. തീർച്ചയായും അങ്ങനെയാണ് നമ്മൾ പോയത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ സതീശൻ സർക്കാരിനോടുള്ള BJPയുടെ ഒരു നിലപാട്, അതിലാണ് നമ്മൾ തുടങ്ങിയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും തന്നെ പല ആരോപണങ്ങളുണ്ട്. PMAY വിവാദമുണ്ട്. മറ്റേ ഈ സർവകലാശാലകളിലെ VC നിയമനവുമായി ബന്ധപ്പെട്ട്, അവിടുത്തെ സെനറ്റ് നിയമനവുമായി ബന്ധപ്പെട്ട് വന്ദേ മാതരം മുതൽ ഇങ്ങ് തുടങ്ങിക്കഴിഞ്ഞാൽ വിവാദങ്ങളുടെ ഒരു പെരുമഴയാണ്. സംഘപരിവാറിന് കീഴ്പ്പെടുന്ന ഒരാളാണ് സതീശൻ എന്ന രീതിയിലുള്ള ഒരു ആക്ഷേപം. അതിലേക്ക് തന്നെ വരികയാണെങ്കിൽ കൃത്യമായിട്ടും BJPക്ക് അതിനോടുള്ള ഒരു മറുപടി എന്താണ്? അല്ല, PMAY വിവാദം ഇപ്പം ഇന്നിപ്പോൾ KM ഷാജി അടക്കം അതിനെ അനുകൂലിക്കുകയാണ്. അങ്ങനെയൊന്നുമില്ല, പ്രധാനമന്ത്രി പടമില്ല. പക്ഷെ ഒരു കാലത്ത് പ്രതിപക്ഷത്തിരുന്നപ്പോൾ അവരതിനെ എതിർത്തിരുന്നു. അപ്പോൾ ഇത് കേരളത്തിൻ്റെ ഒരു പ്രത്യേക സാഹചര്യം, താങ്കൾ പറഞ്ഞതുപോലെ സാമൂഹ്യ സാഹചര്യം, ആ സാഹചര്യം വെച്ചിട്ട് രണ്ട് പാർട്ടികളുടെയും രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ഭരണത്തിലിരിക്കുമ്പോൾ ഇപ്പം ഗെയിൽ പൈപ്പ് ലൈനിനെതിരെ സമരം ചെയ്ത രാജീവൻ വന്നിട്ട് വ്യവസായ വകുപ്പ് മന്ത്രിയായതിനു ശേഷം ഗെയിൽ പൈപ്പ് ലൈൻ മൊത്തത്തിൽ പണി പൂർത്തിയാകുമ്പോൾ ഇത് ഞങ്ങളുടെ വിജയമാണ് എന്ന് പറയുന്ന CPMൻ്റെ ഒരു അനൗചിത്യമുണ്ട്. അതുപോലെ തന്നെയാണ് KM ഷാജിയെ പോലെയുള്ള ആളുകൾ ഇപ്പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് ഇന്നലെ വരെ പറഞ്ഞു നരേന്ദ്രമോദിയുടെ ഒരു ഇംഗിതവും ഇവിടെ നടത്താൻ വേണ്ടി പോകുന്നില്ല എന്ന് പറഞ്ഞവർ, നരേന്ദ്രമോദിയുടെ പടം ഇതിനകത്ത് ആലേഖനം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞവർ, അവർ തന്നെ ഇന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ പറയുന്ന അങ്ങനെ ഒരു സാധനമില്ല, നമ്മൾ എന്തിനാണ് അതിനെ മാറ്റിവെക്കുന്നത്, നമ്മുടെ നാട്ടിലെ കുറേ അധികം ആൾക്കാർക്ക് അവസരം. അപ്പം ഞങ്ങളുടെ സ്റ്റാൻഡ്, BJPയുടെ സ്റ്റാൻഡ് രാഷ്ട്രീയമായി ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ നല്ല പദ്ധതികളെ, അതിപ്പോൾ ജനങ്ങൾക്ക് തലചായ്ക്കുന്ന ഒരു പദ്ധതിയായാലും ശരി, വയോവന്ദന യോജന, ഞങ്ങൾ ഇനി ഇന്ത്യ മഹാരാജ്യത്തിൽ ഒരൊറ്റ സംസ്ഥാനം ഒപ്പിടാനുള്ളൂ, അത് കേരളമാണ്. നിങ്ങൾ നോക്കി, 70 വയസ്സ് കഴിഞ്ഞ അച്ഛനമ്മമാർക്ക് 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ കിട്ടുന്നൊരു പദ്ധതിയിൽ എന്ത് രാഷ്ട്രീയമാണുള്ളത്? ആകെയുള്ളത് പ്രധാനമന്ത്രി വയോവന്ദന യോജന എന്നുള്ള പേരാണ്. ആ പേരിനോട് അസഹിഷ്ണുത ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രി എന്നുള്ള പേരിന് പ്രത്യേകിച്ചില്ല, രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ മാത്രമേ അഡ്രസ്സ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അത്തരത്തിൽ സങ്കുചിതമായ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ നമ്മൾ ഇത്തരം പദ്ധതികളോട് കണ്ണുതിരിക്കുമ്പോൾ ഉണ്ടാവുന്നത് നമ്മുടെ രാജ്യത്ത് അതിന് അർഹതപ്പെട്ടവർക്കുള്ള, അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിന് പുറകിലേക്ക് മാറ്റുന്നു. ഒരൊറ്റ വിയോജിപ്പ് ഞാൻ പറയട്ടെ. നമ്മൾ ഈ രാജ്യത്തെ പാവപ്പെട്ട വയോജനങ്ങളെ, 70 വയസ്സ് കഴിഞ്ഞിട്ടുള്ള വയോജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു പദ്ധതി കൊണ്ടുവരുമ്പോൾ അത് എൻ്റെ പദ്ധതിയാണ്, അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ പദ്ധതിയാണ്, മുഖ്യമന്ത്രിയുടെ പദ്ധതിയാണ്, അത് ഈ രാജ്യത്തിൻ്റെ പദ്ധതിയല്ലേ? എന്ത് ക്രെഡിറ്റ് എടുക്കാനാണ് ഇതിനകത്ത് നോക്കുക? ഈ പാവങ്ങളെ വെച്ച് നമ്മുടെ നികുതി പണം, രാജ്യത്തിൻ്റെ സ്വത്ത്, ആ സ്വത്ത് കൊണ്ട് ഇതൊക്കെ പണിത് വരുമ്പോൾ ഇത് പ്രധാനമന്ത്രിയുടേതാണ് അല്ലെങ്കിൽ ഇത് മുഖ്യമന്ത്രിയുടേതാണ്. എന്തിനാണ്?
അങ്ങനെ പറയുകയാണ്. അപ്പോൾ ഇതുകൊണ്ട് ഞങ്ങൾ ഒപ്പിടില്ല എന്ന് പറയുമ്പോൾ ശരി, നിങ്ങളത് വെക്കണ്ട എന്ന് പറയാനുള്ള വിശാല മനസ്കത എന്തുകൊണ്ട് നിങ്ങൾക്കുണ്ടാവുന്നില്ല? അല്ല, ഇപ്പം നമ്മുടെ രാജ്യത്ത് മുമ്പ് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു കൺസെപ്റ്റ് എന്തായിരുന്നു? ഇന്ദിരാഗാന്ധി ആവാസ് യോജന ആണല്ലോ. അതെ. അതിനു മുൻപ് അതിനുശേഷം ഇവിടെ വരുമ്പോൾ EMS ഭവന പദ്ധതി ഇങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ അവിടെ നിന്ന് നമ്മുടെ പേരുകളിൽ നിന്ന് മാറി രാജ്യത്തിൻ്റെ പ്രതീകങ്ങളെ, രാജ്യത്തിൻ്റെ ബിംബങ്ങളെ അത്തരത്തിൽ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ പേരിൽ വരുന്നു. ഇപ്പം മുഖ്യമന്ത്രിയുടെ പേരിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി, നമ്മൾ അതിനെ ദുരിതാശ്വാസ നിധി എന്ന് മാത്രം വേണമെങ്കിൽ വിളിക്കാം. പക്ഷേ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി നമ്മളെ കെയർ ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു പരിഗണന കൂടിയാണ് ആ പേരിൽ. നമ്മളതിനെ അങ്ങനെ മാത്രമേ കണ്ടു. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഒരാളുടെ പ്രധാനമന്ത്രിയല്ല, നന്ദുവിൻ്റെ പ്രധാനമന്ത്രിയല്ല, സുനിലേട്ടൻ്റെ പ്രധാനമന്ത്രി, രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി രാജ്യത്തിൻ്റെ ആ പോയിന്റിൽ നന്ദു, എനിക്ക് ആ പോയിന്റിൽ തർക്കമില്ല. ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെ ഒരു സാധനം വെച്ചാൽ മാത്രമേ ഈ പണം കൊടുക്കൂ എന്ന് പറയുന്നത് രാഷ്ട്രീയമായ മുതലെടുപ്പല്ലേ അവിടെ? അല്ലല്ല ചേട്ടാ, സുനിലേട്ടാ, നരേന്ദ്രമോദിയുടെ പേരുണ്ട്, നിങ്ങൾ വെക്കില്ല, വേണ്ട വെക്കണ്ട. നരേന്ദ്രമോദിയുടെ പേരുകളൊക്കെ തീർച്ചയായിട്ടും നമുക്ക് ഒരു സമയപരിമിതി കൂടിയുണ്ട്. തീർച്ചയായിട്ടും ഇപ്പോൾ ലേറ്റസ്റ്റ് ഇഷ്യൂ നമ്മുടെ PSC ഇതുമാണ്. PSCയുമായി ബന്ധപ്പെട്ട് നന്ദുവിനുള്ളൊരു അഭിപ്രായം കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് PSC കഴിഞ്ഞ 10 വർഷക്കാലമായി കൂട്ടിലടച്ച തത്തയെ പോലെ കുറേയധികം രാഷ്ട്രീയ നേതാക്കന്മാർ അവരുടെ ഇഷ്ടക്കാർക്കും ബന്ധുക്കൾക്കും അവരുടെ ആശ്രിതന്മാർക്കും ഒക്കെ നിയമനം കൊടുക്കുന്ന ഒരു സംവിധാനമായി കേരളത്തിലെ PSC സംവിധാനങ്ങൾ മാറി. അതോടൊപ്പം തന്നെ രാജ്യത്തിൻ്റെ സംസ്ഥാനത്തിൻ്റെ ചെലവ്, അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ ഇത്രയും വലിയ ക്രമാതീതമായി സംസ്ഥാനത്തിൻ്റെ ചെലവ് കൂടുന്നൊരു സാഹചര്യത്തിൽ ഇവരുടെയൊക്കെ വരുമാനം, അല്ലെങ്കിൽ ഇവരുടെയൊക്കെ തുക, ഇവരുടെയൊക്കെ ശമ്പളം ക്രമാതീതമായി ഉയർത്തുകയും അവർക്ക് പ്രിവ്യൂ പേഴ്സുകൾ അടക്കം വലിയ രീതിയിലുള്ള ബാധ്യത സംസ്ഥാനത്തിൻ്റെ ഖജനാവിനും സംസ്ഥാനത്തിനും ഉണ്ടാവുമ്പോൾ ഇത്തരം കാര്യങ്ങളിലൊരു പുനർചിന്തനം ഉണ്ടാവണം. സംസ്ഥാനത്തിന് BJP ഈ ഒരു വിഷയത്തിൽ BJP സ്വീകരിക്കാൻ പോകുന്ന ഒരു പ്രത്യക്ഷ സമരത്തിലേക്കുണ്ടോ രാഷ്ട്രീയമായ നിലപാട്? തീർച്ചയായിട്ടും. ഞങ്ങൾ ഇന്നലെ തന്നെ യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു, ഞങ്ങൾ PSCയുടെ ആ ഒരു സത്യസന്ധത, വിശ്വാസ്യത തിരിച്ചു കൊണ്ടുവരണം എന്ന സ്റ്റാൻഡാണ് ഞങ്ങൾക്കുള്ളത്. അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ ആഭ്യന്തര അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്ന വിഷയങ്ങളിൽ PSC തീരുമാനിച്ചത്. ചെയർമാന് കീഴിലുള്ള ഒരു വിജിലൻസ് അന്വേഷിച്ചതുകൊണ്ട് കൂട്ടിലിരിക്കുന്ന തത്ത അന്വേഷിച്ചതുകൊണ്ട് എന്ത് ഗുണം ഉണ്ടാകാൻ പോകുന്നത്? ഞങ്ങൾ പറയുന്നത് VD സതീശൻ സർക്കാരിൻ്റെ കീഴിൽ, ഞങ്ങൾ സതീശൻ സർക്കാർ എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ സർക്കാർ എന്നുള്ള നിലയിലാണ് കാണുന്നത്. സതീശൻ സർക്കാരിൻ്റെ കീഴിലുള്ള പോലീസിനെ കൊണ്ടോ അല്ലെങ്കിൽ വിജിലൻസിനെ കൊണ്ടോ അല്ലെങ്കിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ടാക്കിയോ, അതുമല്ലെങ്കിൽ കേരളത്തിലെ യുവജനങ്ങളുടെ അഭിലാഷങ്ങളെ പൂർത്തീകരിക്കാൻ കണക്കിന് ഒരു സെർവിങ് ജഡ്ജിനെ കൊണ്ടോ റിട്ടയർഡ് ജഡ്ജിനെ കൊണ്ടോ ഒരു സമിതി ഉണ്ടാക്കി അതിനെക്കുറിച്ച് വളരെ നിഷ്പക്ഷമായി തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളിലെല്ലാം ശക്തമായ അന്വേഷണം ആവശ്യമാണ്. തീർച്ചയായിട്ടും രാഷ്ട്രീയ ചർച്ചയിൽ എനിക്കിപ്പോൾ ഉണ്ടായിരുന്നത് BJPയുടെ പ്രതിനിധിയാണ്, സംസ്ഥാന വക്താവാണ് അദ്ദേഹം. എന്തായാലും ഞങ്ങൾ തമ്മിൽ സമയത്തിൻ്റെ പരിമിതി പോലുമാണ് ഇപ്പോൾ അവസാനിപ്പിക്കുന്നത്. വീണ്ടും ഞങ്ങൾ തുടർ ചർച്ചകൾ ഉണ്ടാവും. സമയം കൂടുതലുണ്ടായിരുന്നു, ഞങ്ങൾ 2 മണിക്കൂർ കൂടി അടിച്ച് ഞങ്ങൾ അത് ഗംഭീരമാക്കിയതിന് എന്തായാലും പങ്കെടുത്തതിൽ നന്ദുവിനോടുള്ള പ്രത്യേകമായി നന്ദി. മംഗളം ടിവിക്ക് വേണ്ടി അറിയിക്കുന്നു. നമസ്കാരം.